നമസ്തേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം. ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗദ്ധ്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. ഞാനിന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടുതരുവീൻ എന്ന് പറഞ്ഞു. ആ ഫിലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് നിന്നു. ചരിത്രമൊക്കെ നമുക്കറിയാം. കല്ലും കവണയുമായി ദാവീദ് ഗൊല്യാത്തിനെ വന്ന കഥ നമുക്ക് മനഃപ്പാഠമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ടെന്ന് തോന്നുന്നു. 40 ദിവസങ്ങളിലെ ഗോലിയാത്തിന്റെ വെല്ലുവിളി തന്നെ. 40 ദിവസങ്ങൾ ദാവീദിന്റെ ഒരുക്കകാലമായിരുന്നുവെന്ന് വ്യാഖ്യാനിക്കുന്ന പിതാക്കന്മാരുണ്ട്. എതിരാളി അതിബലവാനാണ്, നിഷ്ഠുരനാണ്, നിർദ്ദയനാണ്. വളരെ സൂക്ഷ്മതയോടെ പോരാടണം. ഉപയോഗിക്കുന്ന ആയുധത്തിൽ നൈപുണ്യമുണ്ടാവണം. അതിന് സാധനയും പരിശീലനവും ഉണ്ടാവണം. പ്രതിയോഗിയുടെ മർമ്മം പിളർക്കണം, അവന്റെ തല തകർക്കണം. അവസാനത്തോളം കരുതിയിരിക്കുക. ഇത്രമേൽ ഒരുക്കത്തോടെ ഗോലിയാത്തിനെ നേരിട്ടവൻ ബത്ശബയുടെ നഗ്നതയിൽ തെറ്റിപ്പോകുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദാവീദ്. തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ അശുദ്ധി വിചാരണ ചെയ്യപ്പെടും. അതിലാവരുത് നമ്മുടെ നിരാശ. ദാവീദിന് ദൈവം നാഥാൻ പ്രവാചകനെ കൊടുത്തു. സത്യ അനുതാപത്തിലേക്ക് നമ്മെ തിരുത്താൻ പോകുന്ന ആർജവമുള്ള ആധ്യാത്മിക പൗരുഷങ്ങൾ നമുക്കിടയിൽ കുറയുന്നതോർത്താവണം നാം ഏവരുടെയും, വൈദികരുടെയും അവൈദികരുടെയും ഭാരമത്രയും. നാം ആയിരിക്കുന്ന ഈ 40 നാളുകൾ ഒരുക്കത്തിൻ്റെതാവണം സുഹൃത്തെ. നമ്മുടെ നോമ്പ് മൂർച്ചയുള്ളതാവണം. വൈരിയായ സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കാൻ പോകുന്നതാവണം. സോപാനത്തിലെ യോഹന്നാൻ പറയുന്നു, നമ്മുടെ വൈരികളെ യേശുവിന്റെ നാമം കൊണ്ട് പൊതിരെ തല്ലുക. എന്തെന്നാൽ നമ്മുടെ ദൈവം തീയാണ്, തിന്മയെ തിന്നുന്ന തീയ. എന്റെ ദൈവമേ, ഇത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാനുള്ള നാളുകളായി തീർന്നെങ്കിൽ. പ്രാർത്ഥിക്കാം. വിശുദ്ധ നോമ്പാൽ ഞങ്ങളുടെ പൂർവസ്ഥാനത്തേക്ക് ഞങ്ങൾ മടങ്ങി വരും. വിശുദ്ധ നോമ്പാൽ ദൈവകൃപ ഞങ്ങളുടെ ബലഹീനതകളിൽ ആവസിക്കുന്നു. ആകയാൽ ഞങ്ങൾക്ക് വേണ്ടി നോമ്പ് നോറ്റവനെ ഞങ്ങൾ വന്ദിക്കുന്നു. ആമേൻ. ആദരവോടെ സക്കേർ.